ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാട്ടോ. ഒരുപാട് ദിവസമായി വീട്ടിലേക്ക് പോയിട്ട്. ഇനി കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വണ്ടി കുറേ ദിവസമായിട്ട് താഴത്തേക്ക് ഇറങ്ങുന്നില്ല. വഴുക്കലുണ്ട്. അപ്പോൾ ഓട്ടോ താഴത്തേക്ക് സാധാരണ വരാറുണ്ട്. അപ്പോൾ അമ്മ ഞങ്ങളെ മുകളിലേക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ട് വരിക കേട്ടോ. എനിക്ക് ഇവിടുന്ന് പോകുമ്പോഴും അതെ, അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴും അതേ സങ്കടമായിട്ടോ. രണ്ടും ഒരേപോലെ തന്നെയാണ്. വീട് അടുത്ത് തന്നെയാണ് കേട്ടോ. എന്നാലും ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകാറില്ല. അങ്ങനെ 2 മാസം കൂടുമ്പോഴോ 1.5 മാസം കഴിയുമ്പോൾ ഒരു ആഴ്ച പോയി നിൽക്കുക, അത്ര മാത്രമേ ചെയ്യാറുള്ളൂ. അങ്ങനെ നമ്മളെ വീട്ടിലെത്തി. അച്ഛനും അമ്മയും മുകളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ എത്തി. നമ്മൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ മോൾക്ക് അമ്മ അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും ഡ്രസ്സൊക്കെ അടിച്ചു വെക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് നോക്കി. പിന്നെ അവിടെ വന്ന പിന്നെ എല്ലാ കാര്യവും മോളുടെ അമ്മയായിരിക്കും നോക്കുക. അവൾക്കുള്ള ഭക്ഷണം കഴിക്കലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വരുന്ന സമയത്ത് ചെടികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അമ്മ റെഡിയാക്കി വെക്കുകയാണ്. ഇന്ന് കർക്കിടവാവ് കൂടിയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ രാവിലെ പോയിട്ട് ബലിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരത്തിലുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരാൻ പോയിരിക്കായിരുന്നു. പോയി വരുമ്പോൾ നമുക്ക് എന്നും ഇങ്ങനെ ഒരു പൊതി കൊണ്ടുവരാറുണ്ട് കേട്ടോ അച്ഛൻ. അപ്പോൾ ഇപ്പോൾ കഴിക്കാറില്ല. അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ടാണ് വാങ്ങല്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് അതൊക്കെ കഴിച്ചു. പിന്നെ ഞാനും മോളും കൂടി പാടത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കി കേട്ടോ. ഇത്തന്നെ വിള ഇറക്കിയിരിക്കുന്നവർക്ക് ഇവിടെ നഷ്ടമാണ് കേട്ടോ. ഫുള്ള് കളപ്പുല്ല് മാത്രമേ ഉള്ളൂ. അതുകൂടാതെ പന്നികൾ മുഴുവൻ വരമ്പും നെല്ലൊക്കെ ഫുള്ള് നശിപ്പിച്ചിരിക്കുകയാണ്. ഉള്ളത് മൊത്തം കളയാണ്. ബാക്കിയുള്ള ഉണ്ടാവുന്ന നെല്ല് മൊത്തം പന്നികൾ നശിപ്പിച്ചിരിക്കുക കേട്ടോ. ഫുള്ള് നഷ്ടം മാത്രമാണ് ഇതിലുണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ സീസണിൽ നമ്മുടെ ഇവിടെ കൃഷിയൊന്നും ചെയ്യാത്തതുകൊണ്ട് വരമ്പ് ഫുള്ള് പന്നികൾ ഇടിച്ച് കേടുവരുത്തിയിരിക്കുക. നെല്ല് മൊത്തം പന്നികൾ ആ ചേറിൽ കൂടെ കിടന്ന് മറിഞ്ഞിട്ട് തോന്നുന്നു നെല്ല് മൊത്തം താഴെ വീണിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ചാലിൽ കൂടെ വെള്ളം കാണാൻ മോൾക്ക് നല്ല സന്തോഷം കേട്ടോ. അപ്പോൾ അവൾ അതിൽ കുറച്ച് നേരം ഇരുന്ന് ഇറങ്ങി കളിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പാടത്ത് കാണുന്ന ഈ കതിരുകൊണ്ട് പൂക്കളൊക്കെ ഒരുക്കാറുണ്ട് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ? നല്ല ഭംഗിയായിരിക്കും അത് ഇട്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു. ഇവിടെ നല്ല കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ പാടത്ത് കൂടെയൊക്കെ നടന്നു. പിന്നെ വൈകുന്നേരത്തെ കർക്കിടവാവിൻ്റെ ചടങ്ങായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.